നമ്മൾ ഇന്ന് MCQ സെക്ഷൻ ആണ്. സെറ്റ് റിലേഷൻസ് ഫങ്ഷൻസ് അതിന്റെ MCQ സെക്ഷൻ ആണ് നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സിലബസ് നമ്മൾ കവർ ചെയ്തതാണ്. സെറ്റ് റിലേഷൻസ് നിങ്ങൾ നോക്കേണ്ട ഇമ്പോർട്ടൻസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെറ്റിൽ നിങ്ങൾ വെൻ ഡയഗ്രാം വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പഠിക്കണം. അതെന്തായാലും ചോദിക്കും. അത് കഴിഞ്ഞാൽ റിലേഷൻസ് ആണ്. റിലേഷനിൽ പഠിക്കേണ്ട 3 ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. റിഫ്ലക്സീവ് റിലേഷൻ, സിമ്മട്രിക് റിലേഷൻ, റിഫ്ലക്സീവ്, സിമ്മട്രിക്, ദെൻ ട്രാൻസിറ്റീവ്. ഓക്കെ, റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ റിഫ്ലക്സീവ് എന്താ, ഇറിഫ്ലക്സീവ് എന്താന്ന് അറിയണം. സിമ്മട്രിക്കില് ആന്റി സിമ്മട്രി, അതുപോലെ തന്നെ അസിമ്മട്രി റിലേഷൻ എന്താന്ന് അറിയണം. ദെൻ ട്രാൻസിറ്റീവ് റിലേഷൻ, ഫൈനലി ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ, ഈ മൂന്നിന്റെയും ഡെഫിനിഷൻ അതെന്താണ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ എക്സാമ്പിൾസ് നോക്കി വെക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് റിലേഷൻ എല്ലാ കേസിലും റിഫ്ലക്സീവ് റിലേഷൻ എത്രയാണ് പോസിബിൾ, ഇറിഫ്ലക്സീവ് റിലേഷൻ എത്രയാണ്, ആ ഇക്വേഷൻസ് എല്ലാത്തിന്റെയും ഇക്വേഷൻസും നമ്പർ ഓഫ് റിലേഷന്റെ ഇക്വേഷൻസും നോക്കുക. ദെൻ ഫംഗ്ഷൻ ആൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1-1 ഫംഗ്ഷൻ, on-to ഫംഗ്ഷൻ, ഇതിന്റെ സബ്ജക്റ്റീവ്, ദെൻ 1-1 and on-to ബൈജക്റ്റീവ്, ആ ബൈജക്റ്റീവ് ഫംഗ്ഷൻ 1-1 and on-to അനദർ നെയിം ബൈജക്റ്റീവ്. ഓക്കെ, ഈ ഫംഗ്ഷൻസ് അതേപോലെ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഇതും നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരിക. സെറ്റിന്ന് മിക്കവാറും സെറ്റിന്ന് വരിക വെൻ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് ആയിരിക്കും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് MCQയിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കണം പോകുന്നതിന്റെ മുന്നേ. ഇടയിൽ നമ്മൾ എന്തെങ്കിലും വിട്ടാലും ഈ കാര്യങ്ങൾ എന്തായാലും വന്നിരിക്കണം ഈ ടോപ്പിക്. If S is a relation from a non-empty set S to a non-empty set B, then if S is a relation from non-empty A നിന്ന് B ലേക്കുള്ള ഒരു റിലേഷൻ ആണ് S, then S എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. S equal to A union B, S is a subset of A intersection B, S is a subset of A cross B, S equal to A cross B. ഓപ്ഷൻ സി ആണ്. ഇത് പ്രോപ്പർ ഡെഫിനിഷൻ ആണ് ചോദിച്ചത്. നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ പഠിച്ചത് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്താണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിലേഷൻ ഈസ് എവരി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് കോൾഡ് എ റിലേഷൻ. എവരി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് എ റിലേഷൻ. ഇതാണ് റിലേഷന്റെ ഡെഫിനിഷൻ. എവരി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ് റിലേഷൻ. ഓക്കെ, അപ്പൊ എസ് എന്ന് പറയുന്നത് റിലേഷൻ ആണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റിനെയും ആണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. സോ S is a subset of A cross B. അതാണ് ഓപ്ഷൻ സി ആയത്. നമ്മൾ പഠിച്ച ഡെഫിനിഷൻ തന്നെയാണ്, പക്ഷെ അവരത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ഡെഫിനിഷൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എല്ലാ സിമ്പലും അറിയാം. ഓക്കെ, A യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, A യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എലമെന്റ്സ് ഇൻ A ആൻഡ് സെറ്റ് ഓഫ് എലമെന്റ്സ് ഇൻ B. സെറ്റ് ഓഫ് എലമെന്റ്സ് ഇൻ A plus set of elements in B. In case ഏതെങ്കിലും എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, എ യൂണിയൻ ബി കാണുന്ന സമയത്ത് എയിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെ എഴുതും, ബിയിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെ എഴുതുന്ന സമയത്ത് ഇൻ കേസ് ഏതെങ്കിലും എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓൺലി വൺസേ ഒക്വയർ ചെയ്യുള്ളൂ എന്നുള്ളത് എൻഷുർ ചെയ്യണം. കാരണം as per the definition of set we can have only unique elements. എലമെന്റ്സിന്റെ റിപ്പീറ്റേഷൻ സെറ്റിൽ അലൗഡ് അല്ല. അതുകൊണ്ട് ദെൻ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണോ വരുന്നത് അതിനെ എ ഇന്റർസെക്ഷൻ ബി എന്ന് വരും. ഈ സിമ്പിള് സബ്സെറ്റിന്റെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി സബ്സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചാണ്. ഇത് സബ്സെറ്റ് എന്നുള്ളതിന്റെ സിമ്പിളാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഇടും കേട്ടോ. സബ്സെറ്റ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ മാത്രം എഴുതുകയാണെങ്കിലും ഇത് ഇങ്ങനെയും സബ്സെറ്റിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പം എ ക്രോസ് ബി എന്നതിന്റെ സബ്സെറ്റ് ആണ്. എ ക്രോസ് ബി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ, എ ക്രോസ് ബി എപ്പോഴും ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും. എക്സ് ബിലോങ്സ് ടു സെറ്റ് എ, വൈ ബിലോങ്സ് ടു സെറ്റ് ബി ആയിരിക്കണം. എ ക്രോസ് ബിന്റെ റിസൾട്ട് സെറ്റ് ഓഫ് എലമെന്റ് സച്ച് ദാറ്റ് എ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ, എക്സ് ബിലോങ്സ് ടു സെറ്റ് എ ആൻഡ് y belongs to set B. അങ്ങനെ വരുന്ന പെയറിന്റെ സബ്സെറ്റ് എന്നതാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, A equal to ABC, which of the following of A is reflexive? A എന്ന് പറയുന്നത് ABC ആണെങ്കിൽ which of the following of A is reflexive? നിങ്ങൾക്ക് സെറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിൽ ഏത് റിലേഷൻ ആണ് റിഫ്ലക്സീവ് റിലേഷൻ ആയിട്ടുള്ളത്?
ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ്. അപ്പൊ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു അവർ സെറ്റ്. ഓക്കെ, അതായത് നമ്മുടെ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഫോർ എ റിലേറ്റഡ് ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു ദ സെറ്റ്. സെറ്റിന്റെ ഡെഫിനിഷൻ നൊട്ടേഷൻ ആണ് ഇവിടെ ഉണ്ടാവുക. അതെന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ സെറ്റിലെ എല്ലാ എലമെന്റ്സും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം എന്റെ സെറ്റിൽ ഏതൊക്കെയുള്ള സെറ്റ് എയിലുള്ള എലമെന്റ്സ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 എലമെന്റ് ആണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പം എന്റെ റിലേഷൻ റിഫ്ലക്സീവ് ആണെങ്കിൽ ഓരോ എലമെന്റും അതിനോട് റിലേറ്റ് ചെയ്ത് വേണം. എ, ബി, ബി, സി, സി എന്നുള്ള പേര് ഉണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷൻ എ, എ ഉണ്ട്, സി, സി ഉണ്ട്, ബി, ബി ഇല്ല. സോ ഇറ്റ്സ് നോട്ട് റിഫ്ലക്സീവ്. സെക്കൻഡ് ഓപ്ഷൻ എ, എ ഉണ്ട്, എ, ബി ഉണ്ട്, ബി, സി ഉണ്ട്. ഓക്കെ, ബി, ബി ഉണ്ട്, സി, സി ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട പേഴ്സ് എല്ലാം ഉണ്ട്. അത് കൂടാതെ എ, ബിയും ബി, സിയും ഉണ്ട്. കുഴപ്പമില്ല. നമ്മൾ റിഫ്ലക്സീവ് റിലേഷനിൽ നമ്മൾ പറഞ്ഞത് എന്താ? എ റിലേറ്റഡ് ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു സെറ്റ് എന്നാ. അത് മാത്രമേ എന്നുള്ളത് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് എ റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എല്ലാ എലമെന്റിന്റെയും എ റിലേറ്റഡ് ടു എ വേണം. അത് കൂടാതെ എക്സ്ട്രാ എലമെന്റ്സ് ഉണ്ടാവാമോ? ഉണ്ടാവാം. അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല. എത്ര എക്സ്ട്രാ എലമെന്റ്സ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം. എ റിലേറ്റഡ് ടു എ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം എല്ലാ എലമെന്റ്സിനെ സംബന്ധിച്ച്. എന്റെ കയ്യിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു എ, ബി റിലേറ്റഡ് ടു ബി, സി റിലേറ്റഡ് ടു സി മസ്റ്റ് ആയിട്ട് വേണം. അത് കൂടാതെ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതിന് ഞാൻ നോക്കുന്നില്ല. ഇത് ഉണ്ടെങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. എ റിലേറ്റഡ് ടു എ മാത്രമുള്ള, അതായത് എന്റെ സെറ്റ് എസ് ആണ്, അതിലെ എ റിലേറ്റഡ് ടു എ മാത്രമുള്ള റിലേഷൻ എന്താ പറയാ? ഒരു ഓപ്ഷൻ എ, ബി, ബി, സി, സി മാത്രമാണ് ഒരു റിലേഷൻ എങ്കിൽ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. പക്ഷെ ഈ റിലേഷൻ ഒരു സ്പെഷ്യൽ നെയിം ഉണ്ട്. എന്താ? ഓർമ്മ ഉണ്ടോ? ഇറ്റ്സ് കോൾഡ് ഡയഗണൽ റിലേഷൻ. ഓക്കെ, ദിസ് ഈസ് ഡയഗണൽ റിലേഷൻ ആണ്. പക്ഷെ ഡയഗണൽ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. നമുക്ക് റിഫ്ലക്സീവ് റിലേഷനിൽ ഡയഗണൽ റിലേഷന്റെ കൂടെ എത്ര എക്സ്ട്രാ ഓർഡേർഡ് പേഴ്സും ആക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഡയഗണൽ റിലേഷൻ പ്ലസ് എനി നമ്പർ ഓഫ് ഓർഡേർഡ് പേഴ്സ് ആക്സെപ്റ്റഡ് ആണ്. ഇവിടെ നോക്കുക, തേർഡ് ഓപ്ഷൻ ബി, ബി ഉണ്ട്, സി, സി ഉണ്ട്. ഇവിടെ ആരില്ല? എ, എ ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? റിഫ്ലക്സീവ് അല്ല. ഓക്കെ, ഇത് വളരെ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ പറയണേ. നമുക്ക് കാണുമ്പോൾ ഒരു ഇതായിട്ട് തോന്നും, പക്ഷെ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സെന്റൻസ് ആയിട്ട് തന്നേയുള്ളൂ. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഓഫ് ഓൾ ദ ബുക്സ് ഇൻ എ ലൈബ്രറി ഓഫ് എ കോളേജ് ഈസ് ഗിവൺ ബൈ. റിലേഷൻ ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്. എക്സ്, വൈ. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് ഈസ്. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് എന്നാണ് എന്റെ റിലേഷൻ പറയുന്നത്. ഓക്കെ, ആർ എന്ന് പറയുന്നത് ആർ ഇൻ എ സെറ്റ് എ ഈസ് ഓൾ ദ ബുക്സ് ഇൻ ദ ലൈബ്രറി. ഒരു കോളേജിലെ ബുക്ക് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്ത ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ആർ ഇത് സിമ്പിൾ ആയിട്ട് ഈക്വാലൻസ് റിലേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത ഒരു സെന്റൻസ് ഫോമിൽ പറഞ്ഞതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്കൊന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവുന്നേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? ലൈബ്രറിയിലെ എല്ലാ ബുക്കുമാണ്. നിങ്ങളെ സെറ്റ് എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിലെ എല്ലാ ബുക്കുമാണ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറഞ്ഞ റിലേഷൻ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് പേജ് വരുന്ന ബുക്കാണ്. സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. ആ സെയിം നമ്പർ ഓഫ് പേജസ് ആണ് എന്റെ റിലേഷൻ. അപ്പൊ ഇനി നോക്കുക. ഇനി ഞാൻ എക്സ് റിലേറ്റഡ് ടു എക്സ് എന്ന് എനിക്ക് ഏതിനും എഴുതിക്കൂടെ? ഒരു ബുക്കിലെ പേജസ് സെയിം നമ്പർ ആയിരിക്കും അല്ലെ? ഒരു എക്സ് റിലേറ്റഡ് ഒരു ബുക്ക് എടുത്താൽ അതിലെ പേജിന്റെ നമ്പർ സെയിം ആയിരിക്കും. ഞാൻ സെയിം ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേജിന്റെ നമ്പർ സെയിം ആയിരിക്കും അല്ലെ? ഇനി അടുത്തത് എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ വൈ റിലേറ്റഡ് ടു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്നാണ് നോക്കേണ്ടത്. അതായത് എക്സിന്റെ പേജ് നമ്പറും വൈന്റെ പേജ് നമ്പറും ഈക്വൽ ആണെങ്കിലാണ് ഞാൻ എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറയും. എക്സിന്റെ പേജ് നമ്പർ ഈക്വൽ ടു വൈന്റെ പേജ് നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്താ? വൈന്റെ പേജ് നമ്പർ ഈക്വൽ ടു എക്സിന്റെ പേജ് നമ്പർ അല്ലേ? അതായത് എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ വൈ റിലേറ്റഡ് ടു എക്സ് ഉണ്ടാവണം. ലാസ്റ്റത്തത് എക്സ് ട്രാൻസിറ്റീവ്. എക്സ് റിലേറ്റഡ് ടു വൈ ആണ്, വൈ റിലേറ്റഡ് ടു സെഡ് ആണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു സെഡ് എന്ന് പറയാൻ പറ്റുമോ? അതായത് എക്സിന്റെ പേജ് നമ്പറും വൈന്റെ പേജ് നമ്പറും ഈക്വൽ ആണ്. നമ്പർ ഓഫ് പേജസ് ഇൻ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പേജസ് ഇൻ വൈ. അതാണ് എക്സ് റിലേറ്റഡ് ടു വൈ. ദെൻ നമ്പർ ഓഫ് പേജസ് ഇൻ വൈ ഈക്വൽ ടു നമ്പർ ഓഫ് പേജസ് ഇൻ സെഡ്. അതായത് എന്റെ ബുക്ക് എക്സിൽ 100 പേജ് ഉണ്ട്. എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞാൽ എന്റെ എക്സിൽ 100 പേജ് ആണെങ്കിൽ വൈയിലും 100 പേജ് ആണ്. രണ്ടിനും പേജിന്റെ നമ്പർ ഈക്വൽ ആണ്. വൈ റിലേറ്റഡ് ടു സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഓൾറെഡി ഞാൻ പറയാം എന്റെ 100 പേജ് ആണ്.
ആ പേജ് റിലേറ്റഡ് ടു സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെഡിലും 100 പേജാണ്. ദെൻ എക്സ് റിലേറ്റഡ് ടു സെഡ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് എഴുതാൻ പറ്റുമോ? ആണ്. എക്സിൽ 100 പേജാണ്, സെഡിലും 100 പേജാണ്, രണ്ടിന്റെ പേജ് ഈക്വൽ ആണ്. സോ ഈക്വൽ ടു എന്നുള്ള റിലേഷനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു സെന്റൻസ് ഫോമിലാക്കി ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ, അത്രേ ഉള്ളൂ. ഇത് ബേസിക്കലി ഈക്വൽ എന്നുള്ളൊരു റിലേഷൻ തന്നെയാണ് പറയുന്നത്. എക്സും വൈ ഒക്കെ ഡിഫറെന്റ് ബുക്കാണോ സെയിം ബുക്കാണോ? എക്സും വൈ എന്നുള്ളത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചാണ്. റിഫ്ലക്സീവ് ആവുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് സെയിം ബുക്കാണ്. റിലേഷൻ അനുസരിച്ച് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, എക്സ് റിലേറ്റഡ് ടു എക്സ്, അതായത് ഒരു ബുക്ക് റിലേറ്റഡ് ടു അതാണോ നോക്കാം. ഇനി അടുത്ത കേസ് സിമെട്രിക് ആണ്, അപ്പൊ ഡിഫറെന്റ് എടുക്കേണ്ടത്. ഒരു ബുക്ക് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിന്റെ നമ്പർ ഓഫ് പേജ് അടുത്ത ബുക്കിൽ നമ്പർ ഓഫ് പേജിന് ഈക്വൽ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ദെൻ വൈ റിലേറ്റഡ് ടു എക്സ് ആണോ, അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് ബുക്കാണ്. പക്ഷെ റിഫ്ലക്സീവിന്റെ കേസിൽ നമ്മൾ എപ്പോഴും സെയിം ആണ്. എക്സ് റിലേറ്റഡ് നമ്മൾ എ കോമ എ എന്നല്ല എഴുതുക, സെയിം പെയർ ആണ്, അത് സെയിം ബുക്കായിട്ട് തന്നെ എടുക്കണം. പക്ഷെ സിമെട്രിക്കിന്റെ കേസിൽ ഡിഫറെന്റ് ആണ് എടുക്കുക, ട്രാൻസിറ്റീവിന്റെ കേസിലും എടുക്കുന്നത് ഡിഫറെന്റ്. അവിടെ പേജിന്റെ നമ്പർ ഈക്വൽ ആണ് എന്നുള്ള അസംഷനിൽ മുന്നോട്ട് പോകും. ടോട്ടൽ പേജ് സെയിം ആയാൽ മതി അല്ലേ? സെയിം ആയാൽ മതി, അതാണ് റിലേഷൻ. എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. A function f from R to R is defined by f of x is 2x is. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് f of x equal to 2x ആണ്. റിയൽ നമ്പറിന്ന് റിയൽ നമ്പറിലേക്കാണ്. ആ റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. 1-1 ആണോ, ഓൺ ടു ആണോ, നൈദർ 1-1 നോർ ഓൺ ടു ആണോ, ബൈജക്റ്റീവ് ആണ്. ആൻസർ ചെയ്ത് നോക്കുക. ഇൻ ബിറ്റ്വീൻ 1-1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞുതരാം. ആരെങ്കിലും വന്നു 1-1 എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഫംഗ്ഷനെ സംബന്ധിച്ച് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ഉണ്ടായിരിക്കും. അതൊരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. പക്ഷെ ആ റിലേഷൻ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്, നമ്മുടെ സെറ്റ് എക്സ് ഞാൻ റിലേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് എക്സ് ടു വൈ ആണെങ്കിൽ എക്സിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടായിരിക്കണം, വൈയിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഓൾ എലമെന്റ്സ് ഓഫ് എക്സ് ഷുഡ് ഹാവ് എ ഇമേജ് ഇൻ വൈ. എല്ലാ എലമെന്റ്സും എക്സിലെ എല്ലാ എലമെന്റ്സും വൈയിലെ എലമെന്റ്സും ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, എക്സിലെ എല്ലാ എലമെന്റിനും യുണീക്ക് ഇമേജേ ഉണ്ടാവാൻ പാടും. അതായത് എക്സിലെ ഒരു എലമെന്റ് വൈയിലെ ഒരു എലമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എ എന്ന് പറഞ്ഞ ഒരു ABC എന്ന് പറഞ്ഞ ഇവിടെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ എക്ക് ബിയിൽ ഒരു ഇമേജ്, ഈ വൈയിൽ ഒരു ഇമേജ് വേണം, ബിക്ക് വൈയിൽ ഒരു ഇമേജ് വേണം, സിക്ക് വൈയിൽ ഒരു ഇമേജ് വേണം. ഇതാണ് കണ്ടീഷൻ 1 പറയുന്നത്. കണ്ടീഷൻ 2 പറയണ എന്താ, കണ്ടീഷൻ 2 പറയണേ എല്ലാ എലമെന്റിനും ഒറ്റൊരു ഇമേജേ പാടുള്ളൂ. അതായത് എക്ക് ഒരു എലമെന്റിനോടെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്ക് ഒരു എലമെന്റിനോടെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സിക്ക് ഒരു എലമെന്റിനോടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്കും ബിക്കും സെയിം എലമെന്റിനോട് റിലേറ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷെ എക്ക് ഒരു എലമെന്റിനോട് റിലേറ്റ് ചെയ്യാൻ പാടും, ബിക്ക് ഒരു എലമെന്റിനോട് റിലേറ്റ് ചെയ്യാൻ പാടും, സിക്കും ഒരു എലമെന്റിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി 1-1 ഓൺ ടു എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന അഡീഷണൽ കണ്ടീഷൻ ആണ്. ഒരു ഫംഗ്ഷൻ 1-1 ആവും എന്താ, ഒരു എലമെന്റിനോടെ റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് 1-1 ആണോ എന്ന് വെച്ചാൽ അല്ല. കാരണം എന്താ, എയും വൈയിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ബിയും വൈയിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാടില്ല. എക്ക് ഒരു ഇമേജ്, ബിക്ക് വേറൊരു ഇമേജ്, സിക്ക് വേറൊരു ഇമേജ്, ഒരാളുടെ ഇമേജ് വേറൊരാളുടെ ഇമേജുമായിട്ട് മാച്ച് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് 1-1. ഓരോ എലമെന്റിനും ഒരു യുണീക്ക് ഇമേജ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്താ പറയുക, 1-1 എന്ന് പറയും. ഒരു എലമെന്റിന് യുണീക്ക് ആയിട്ട് ഒരു ഇമേജ് അപ്പുറത്ത് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എന്ത് പറയും, 1-1 ഫംഗ്ഷൻ ആണെന്ന് പറയും. അടുത്തത് എന്താ, ഓൺ ടു ആണെന്ന് പറയാം. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഓൺ ടു അല്ല. ഇവിടെ നോക്ക്, ഞാൻ പറഞ്ഞു എക്സിലെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണം. പക്ഷെ വൈയിൽ കണ്ടോ, ഈ വൈയിൽ പി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ഇപ്പുറത്ത് ആരെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. പക്ഷെ നോർമൽ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ ഇത് അലൗഡ് ആണ്. അതായത് വൈയിൽ വേണമെങ്കിൽ എക്സ്ട്രാ എലമെന്റ്സ് ഉണ്ടാവും, ആരുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത എലമെന്റ്സ് ഉണ്ടാവും, പോസിബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷെ ഓൺ ടു ആവുമ്പോ അങ്ങനെ പാടില്ല. ഓൺ ടു തന്നെ, 1-2 എന്നല്ല, ഓൺ ടു എന്നാവുന്ന സമയത്ത് വൈയിലെ എല്ലാവരും, വൈയിലുള്ളതിനെ നമ്മൾ പറയാ, വൈയിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്തതിനെ കോഡൊമൈൻ എന്നും, വൈയിലെ XPS എല്ലാ എലമെന്റ്സിനെയും ഒന്നിച്ച് നമ്മൾ പറയുന്ന കോഡൊമൈൻ എന്നും, റിലേറ്റ് ചെയ്തതിനെ റേഞ്ച് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും, അതായത് നിങ്ങൾ വൈയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എല്ലാ എലമെന്റ്സിനും ആര് വേണം, എയില് എല്ലാ എലമെന്റ്സിനും ഒരു പ്രീ ഇമേജ് വേണം. അങ്ങനെയാണെങ്കിൽ ഓൺ ടു എന്ന് പറയും. വൈയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ, വൈയിൽ സെറ്റ് ആണേ പറയുന്നത്, വൈ എന്ന് പറയുന്നത് എല്ലാ എലമെന്റ്സിനും
എക്സിൽ റിലേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓൺ ടു എന്ന് പറയും. 1 1 എന്ന് പറഞ്ഞാൽ എക്സിൽ എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള എലമെന്റ്സ് ആണെങ്കിൽ എക്ക് ഒരു യുണീക്ക് എലമെന്റ്, ബിക്ക് ഒരു യുണീക്ക് എലമെന്റ്, സിക്ക് ഒരു യുണീക്ക് എലമെന്റ്, അത് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പാടില്ല. ഓൺ ടു എന്ന് പറഞ്ഞാൽ വൈയിൽ എല്ലാ എലമെന്റ്സിനും, എന്റെ സെറ്റ് വൈയിൽ എല്ലാ എലമെന്റ്സും എക്സിൽ എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഓൺ ടു എന്ന് പറയും. ഇനി 1 1 ഓൺ ടു ആണെങ്കിലാണ് ബൈജക്റ്റീവ് എന്ന് പറയും. അതായത് ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ പറയുന്നതാണ് ബൈജക്റ്റീവ്. പിന്നെയുള്ള ഓപ്ഷൻ രണ്ടും അല്ല, 1 1 അല്ല ബൈജക്റ്റീവും അല്ല എന്നാണ് ഓപ്ഷൻ. അപ്പൊ ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറയുന്നത് എന്താണെന്നാണ് ആരും ആൻസർ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറയുന്നത് 1 1 ആണ്, ഓൺ ടു ആണ്. കാരണം ഞാൻ എഫ് ഓഫ് x1 എടുത്തു. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ 2x1 എന്നാണ് എനിക്ക് കിട്ടേണ്ടത് അല്ലേ? എന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ? 2x എന്നാണ്. അപ്പം എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 2x1 എന്നാണ് കിട്ടുക. അടുത്ത ഞാൻ എഫ് ഓഫ് x2 എന്ന് എടുക്കും. എഫ് ഓഫ് x2 എന്താ കിട്ടുക? 2x2 എന്നാണ് കിട്ടുക. ഓക്കെ, x1ന്റെ ടോയ്സ് ആണ് 2x1, x2ന്റെ ടോയ്സ് ആണ് 2x2. അപ്പം എനിക്ക് 2x1 ഈക്വൽ ടു 2x2 എന്നാവണമെങ്കിൽ എന്ത് വേണം? x1 ഈക്വൽ ടു x2 എന്നായാലല്ലേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഏത് നമ്പർ ആയാലും ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഞാൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതണമെങ്കിൽ എന്താ പറയണേ? എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ? 2x1 ആണ്. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്താ? 2x2 എന്നാണ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആവും. അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നാവണമെങ്കിൽ എന്താവണം? x1 ഈക്വൽ ടു x2 എന്നാവണം. അതായത് എന്റെ എക്സിന്റെ വാല്യൂ സെയിം ആയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്തുള്ളൂ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു x2 എഫ് ഓഫ് x2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ എനിക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഓരോന്നിനും യുണീക്ക് എലമെന്റ് ആണ്. ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഞാൻ എഫ് ഓഫ് 2 എടുത്തു. എഫ് ഓഫ് 2 എനിക്ക് 4 ആ കിട്ടുക. എഫ് ഓഫ് 3 എടുത്താലോ 6 ആ കിട്ടുക. അപ്പൊ എനിക്ക് എഫ് ഓഫ് 2 ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവരെന്താ നേരെ അതായത് ഞാൻ ഇനി ഇവര് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ എഫ് ഓഫ് 3 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. എഫ് ഓഫ് 3 6 ആണ്. എഫ് ഓഫ് എക്സ് 6 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താവണം? 6 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ 3 ആയാൽ മാത്രമേ നടക്കുള്ളൂ. കാരണം എന്താ? ഇത് 2x ആണ് 6 കിട്ടിയത്. അപ്പൊ എക്സ് എനിക്ക് 3 ആയാലേ പറ്റുള്ളൂ. അതാണ് പ്രൂഫായിട്ട് കാണിച്ചപ്പോ ഇങ്ങനെ ചെയ്തത്. വേറെ ഒന്നിനും നിങ്ങൾക്ക് വരാൻ പറ്റൂല. ഓൺ ടു ആണോന്ന് ചോദിച്ചാൽ ഓൺ ടു ആണ്. കാരണം എനിക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ നിന്ന് എഫ് ഓഫ് എക്സിനെ വൈ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാണ്. എന്റെ 2x എന്ന് പറയുന്നതാണ് വൈ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? അപ്പം എക്സ് എന്ന് പറയുന്നത് y/2 ആണ്. സിൻസ് y ഈസ് എ റിയൽ, y/2 വിൽ ബി ആൾസോ എ റിയൽ നമ്പർ. അതായത് ഞാൻ ഏത് നമ്പർ എടുത്തിട്ടും, അതായത് ഇവിടെ ഒരു നമ്പർ എടുത്തു, ഇവിടെ ഞാനൊരു നമ്പർ എടുത്തു, എനിക്ക് എന്താ വേണ്ടത്? ഓൺ ടു ആവണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഓൺ ടു ആവണം എന്ന് പറഞ്ഞാൽ എന്റെ വൈയിലെ റിയൽ നമ്പറിൽ നിന്ന് ഞാൻ ഹാഫ് ചെയ്ത് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാപ്പ് ചെയ്യണം. എങ്ങനെയാ മാപ്പ് ചെയ്യുക? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 2x ആയിരിക്കണം. 1 1 ആയത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി പറയേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ. ഇനി ഓൺ ടു ആണോ എന്നാ ചോദിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു നമ്പർ എടുത്തു, ഏതോ ഒരു റാൻഡം നമ്പർ എടുത്തു. അപ്പം അതിന് ഇവിടെ പ്രീമേജ് ഉണ്ടാവും. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ എല്ലാ നമ്പറും ഇവിടുത്തെ ഒരു നമ്പറുമായിട്ട് മാപ്പ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഏതോ ഒരു നമ്പർ എടുത്ത്, അതായത് എന്തോ ഒരു നമ്പർ എടുത്തതെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു നമ്പറോ എന്തോ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കും. പക്ഷെ അതിന് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഉണ്ടാവും. കാരണം എന്താ? അതിന്റെ ഹാഫ് ഞാൻ കണ്ടാൽ ഒരു നമ്പർ കിട്ടും. അത് റിയൽ നമ്പറാ. നമ്മുടെ സെറ്റ് റിയൽ നമ്പറാ. അപ്പൊ ഇതിന്റെ ഒരു ഹാഫ് എന്തായാലും ഉണ്ടാവില്ലേ? ഇതും റിയൽ നമ്പറാ. അപ്പൊ അതിന്റെ വാല്യൂ ഇവിടെ ഉണ്ടാവില്ലേ? സോ നിങ്ങൾ ഏതെടുത്താലും വൈക്ക് നിങ്ങൾ ഏത് നമ്പർ എടുത്താലും y/2 എവിടെ ഉണ്ടാവും? ഇപ്പുറത്ത് ഉണ്ടായിരിക്കും. y/2 എന്ന് പറയാനുള്ള കാരണം ഞാൻ എടുക്കുന്നത് ഇവിടെ ആയതുകൊണ്ടാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് 2x, ഇങ്ങോട്ട് വരുമ്പോൾ ചോയ്സ് ആയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഹാഫ് അല്ല ആവുക. അപ്പം ഞാൻ ഇതിൽ ഏത് വാല്യൂ എടുത്ത് നോക്കിയാലും അതിന്റെ ഹാഫ് ഇവിടെ ഉണ്ടായിരിക്കും. കാരണം എന്താ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ നമ്പറിനും ഞാൻ ഇൻക്ലൂഡ് ചെയ്തു, പോസിബിൾ ആയ എല്ലാ നമ്പറിനും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഏത് y വാല്യൂ എടുത്ത് നോക്കിയാലും അതിന്റെ ഹാഫ് ഇപ്പുറത്ത് ഉണ്ടാവണമല്ലോ. സോ അതുകൊണ്ട് അത് എന്തുമാണ്? ഓൺ ടൂമാണ്. അതുകൊണ്ടാണ് ഇത് ബൈജക്റ്റീവ് ആയത്. ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ഈസി ആയിട്ട് പറയാൻ പറ്റിയത്, എടുക്കുന്ന സെറ്റ് ഇന്റിജേഴ്സ് ആണെങ്കിൽ പറ്റൂല. ഇന്റിജേഴ്സ് ആവുന്ന സമയത്ത് ഇന്റിജർ ആവുമ്പോ ഓൺ ടു എന്നുള്ള കണ്ടീഷൻ ശരിയാവുമോന്നല്ലേ? 1 1 മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. ഓൺ ടു ഹോൾഡ് ചെയ്യണം നിർബന്ധമില്ല.
കാരണം എന്താ വെച്ചാൽ നമ്മൾ 0 എടുക്കുന്നുണ്ട്. 0 പോട്ടെ, 1 ഇവിടെ ഉണ്ടാവും. ഇന്റിജറിൽ 1ന് ഹാഫ് ഇല്ലല്ലോ, ഇവിടെ വരില്ലല്ലോ. അതേപോലെ ഓഡ് നമ്പേഴ്സ് വരും, 3 വരും, 3/2 ഉണ്ടാവില്ല. ഓൺ ടു എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യൂല. ഇന്റിജേഴ്സ് എടുക്കുമ്പോൾ Z എടുക്കുമ്പോൾ ഓൺ ടു ഹോൾഡ് ചെയ്യൂല. സെറ്റ് മാറി കഴിഞ്ഞാൽ മാറും. നമ്മുടെ ഫംഗ്ഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഫംഗ്ഷനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുക, എവിടെ നിന്ന് എവിടേക്കാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കത് 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ഈ ഇന്റിജേഴ്സ് ആവുമ്പോൾ ഓൺ ടു ഹോൾഡ് ചെയ്യില്ല. ഓഡ് നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. കാരണം അത് ഫ്രാക്ഷൻ വരുമല്ലോ. ഓഡ് നമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ ഫ്രാക്ഷൻ വരുന്നുള്ളതുകൊണ്ടാണ്. 3/2 1.5 ആണ്. അത് ഇപ്പുറത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ.